സന്ധ്യയിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും ദൈവസഭകളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് കർത്താവിൽ തീരുമാനിച്ച് ആഗ്രഹിച്ചതായ ഇവിടുത്തെ സഭാ യോഗം, ഈ സഭയുടെ പ്രവർത്തനം WMO ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചസ് ഇന്ത്യയുടെ എബനേസർ വർഷിപ്പ് സെന്റർ വെടിക്കുഴി അല്ലെങ്കിൽ വാഗമൺ ഈ സഭയുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി വന്നത്. പീരുമേട് സോണിന്റെ കീഴിൽ, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഈ വാഗമണിലുള്ള വെടിക്കുഴിയിലുള്ള ഈ എബനേസർ വർഷിപ്പ് സെന്റർ, WMO എബനേസർ വർഷിപ്പ് സെന്റർ. ഇതിന് ഈ സഭയുടെ എല്ലാവിധമായ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഇന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ആരാധന സ്റ്റാർട്ട് ചെയ്യുകയാണ്. കർത്താവ് വരുവോളം ഈ ആരാധന ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ഈ ഇവിടുത്തെ ആലയം അനേകർക്കൊരു താങ്ങും തണലുമായി, അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വരുവാനുള്ളവരെല്ലാം കടന്നു വരട്ടെ. കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെ സാന്നിധ്യം പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് WMO കേരള സ്റ്റേറ്റിന്റെ ഓവർസിയർ ആയിരിക്കുന്ന ബഹുമാന്യ VT ജോസഫ് അവர்கள் ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കുഞ്ഞുമോൻ മാത്യു അവர்கள் ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന സോണൽ പാസ്റ്ററുമായിരിക്കുന്ന തങ്കച്ചൻ പാസ്റ്റർ അദ്ദേഹം തൃശൂർ നമ്മുടെ നടുവിലുണ്ട്. അതുപോലെ ഇടുക്കിയിലെ സോണൽ പാസ്റ്റർ ആയിരിക്കുന്ന ജോസഫ് നമ്മുടെ നടുവിലുണ്ട്. അതുപോലെ തന്നെ സ്തോത്രം നമ്മുടെ പ്രാദേശിക സഭകളിൽ കർത്താവിന്റെ മകനീയ വേലയിലായിരിക്കുന്ന എല്ലാ ബിഷപ്പന്മാരും ഇന്ന് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും നിമിഷം കണ്ണുകളടച്ച് ആ കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനോട് നമുക്ക് ഏൽപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിനത്തിന്റെ കർത്താവെ, അക്ഷവട്ടത്തിന്റെ 1-ാം ദിവസത്തിന്റെ ഈ സായാഹ്ന സന്ധ്യയിൽ ഞങ്ങൾക്ക് ഏവർക്കും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. WMO എബനേസർ വർഷിപ്പ് സെന്ററിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു തരണം. കർത്താവിന്റെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹത്തോടെ സന്തോഷിതമായി ചെയ്തു തരുവാൻ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി സാന്നിധ്യം ഇവിടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ആരാധന ഇപ്പോൾ സ്തോത്രം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന മാത്യു പാസ്റ്റർ തുടർന്ന് വർഷിപ്പ് നടത്തും. എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാതിരിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്നേഹം അനുഭവിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദേശത്ത് കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം എബനേസർ വർഷിപ്പ് സെന്റർ എന്നുള്ള ഒരു പ്രാർത്ഥനാ യോഗം ഇവിടെ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. യഹോവ സഹായിച്ചു എന്ന് അർത്ഥമാക്കുന്ന ആ നാമത്തോടുകൂടി ഇവിടെ ഇങ്ങനെ ഒരു പ്രാരംഭമായി ഇങ്ങനൊരു ആരാധന ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, ഈ തിരുവചനവുമായി ഈ ദേശത്ത് ഇവിടെ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിറങ്ങിയപ്പോൾ ഒന്നുമില്ലാത്തവനായി തീരുമെന്നും ഒക്കെ പറഞ്ഞ സ്ഥാനത്ത്, നിന്ദിച്ച് പരിഹസിച്ച സ്ഥാനത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം തന്നു. ദൈവം ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന അനുഭവത്തിൽ നിന്നും, പടുതായിൽ പൊതിഞ്ഞു കിടന്ന അനുഭവത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം സാഹചര്യം ഒരുക്കി. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ദൈവത്തോട് പറയാനുള്ളത്, ഹല്ലേലൂയ, കർത്താവിന്റെ അവസാനത്തിന്റെ രക്തം വരെ ചിന്തി രമനാഥൻ ഞങ്ങളെ സ്നേഹിച്ചെങ്കിൽ അപ്പാ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരു തരി പോലും കുറയാനില്ലപ്പാ.
അങ്ങയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരു തരി പോലും കുറയാനില്ലപ്പാ. അങ്ങയുടെ മാർവോട് ചേരി, അങ്ങയുടെ മാർവോട് ചാരി, അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ ആ കരുതലിനെ, അങ്ങയുടെ ആ തലോടലിനെ ഒന്ന് സ്വീകരിച്ച് അങ്ങോട് മാർവോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുക. നമുക്കെല്ലാവർക്കും ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. ആരാധനയ്ക്കായി നമ്മളെ ഒന്ന് ഏൽപ്പിച്ച്, എന്നെ അനുഗ്രഹിച്ചൊരു ദൈവം വിഭിന്നമല്ല, നിങ്ങളെയുമെല്ലാം അതുപോലെ പല സാഹചര്യങ്ങളിൽ നിന്നും, പല മാരകമായ രോഗങ്ങളിൽ നിന്നും, മരണത്തിന്റെ താഴ്വരയിൽ നിന്നും ഒക്കെ ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. ആ പിതാവിന്റെ മാർവോട് ചേർത്ത് നമ്മളെ നിർത്തിയതാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹത്തെ, ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചില ഗാനങ്ങൾ ധ്യാനിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.